നമസ്കാരം. അഗ്നിബാധ, പ്രകൃതി ദുരന്തങ്ങൾ, വാഹനാപകടങ്ങൾ തുടങ്ങി എന്തിനും ഏതിനും ഒരു ഫോൺ കോളിനപ്പുറം നമ്മുടെ സേവനത്തിനായി എത്തുന്നവരാണ് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ. എവിടെ നിന്ന് ഒരു ഫോൺ കോൾ വന്നാലും രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവർ സർവ്വസന്നാഹങ്ങളുമായി ഓടിയെത്തും, പ്രത്യേകിച്ച് ഫയർഫോഴ്സ് വിഭാഗം. പക്ഷെ പലപ്പോഴും രാവും പകലും ഇല്ലാതെ ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ഇവരെ അനാവശ്യമായി ഫോൺ വിളിക്കുകയും കബളിപ്പിക്കുകയും തെറ്റായ ഇൻഫർമേഷൻ നൽകി വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്യുന്ന പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ കാലത്തും ഇത് തുടരുന്നു എന്നതാണ് ഏറെ സങ്കടകരം, ഒപ്പം തടയിടേണ്ട, അവബോധം ഉണർത്തേണ്ട ഏറെ ഗൗരവതരമായ വിഷയവും. ഇന്ന് തിരുവനന്തപുരം കണ്ണമൂല സ്വദേശി ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി കബളിപ്പിക്കുകയുണ്ടായി. മാനവീയ വീഥിയിലെ മരത്തിൽ ബൈക്കിന്റെ താക്കോൽ കുടുങ്ങി എന്ന് പറഞ്ഞാണ് 20-ാം തീയതി അർദ്ധരാത്രി യുവാവ് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയത്. താക്കോൽ കണ്ടെത്താൻ മരത്തിൽ പിടിച്ചു കുലുക്കിയ ഫയർഫോഴ്സിനെ കണ്ട് യുവാവ് പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണമെന്നാണ് അഗ്നിരക്ഷാസേന പറയുന്നത്. എന്തായാലും ആദ്യം പ്രതികരണത്തിലേക്ക് നോക്കാം. മിഡ് നൈറ്റോട് കൂടിയാണ് നമുക്ക് ഒരു കോള് കിട്ടുന്നത്, ഇങ്ങനെ താക്കോൽക്കൂട്ടം കളഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഓൺ ദി സ്പോട്ട് നമ്മൾ ഒരു കോള് കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് തിരിച്ച് വിളിച്ച് അത് കൺഫേം ചെയ്യും. കൺഫേം ചെയ്തപ്പോൾ പോലും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ അവിടെ എത്തുകയുണ്ടായി. നമ്മൾ എമർജൻസി സെന്റർ എന്നുള്ള വലിയ വണ്ടി കൊണ്ടാണ് പോയത്. അവിടെ എത്തി അപ്പോഴാണ് നമ്മൾ കബളിപ്പിക്കപ്പെട്ടവരും നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത്യാവശ്യം മദ്യലഹരിയിലായിരുന്നു. ആ താക്കോൽക്കൂട്ടം ആക്ച്വലി കളഞ്ഞു പോയിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നമ്മുടെ വണ്ടിയുടെ മുകളിൽ, ഈട്ടിയുടെ മുകളിൽ കയറി അവിടുന്ന് ടോർച്ച് അടിച്ച് കാര്യങ്ങളൊക്കെ നോക്കി, കുലുക്കി നോക്കി. പക്ഷെ അത്തരത്തിൽ സംഭവങ്ങൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പിന്നീടാണ് നമ്മൾ മനസ്സിലാവുന്നത് കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം. അതിനുശേഷം നമ്മളത് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അത് ഇനിയിപ്പോൾ നിലവിൽ പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ടൊരു മെസ്സേജ് എത്തണം. കാര്യം ഫയർഫോഴ്സ് ഒരു അടിയന്തര സേനയാണ്. അവരെ കബളിപ്പിക്കുന്നത് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് തന്നെയാണ്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ വലിയ അവബോധം ഉണ്ടാകേണ്ടത് തന്നെയാണ്. ഇന്ന് അതുകൊണ്ട് തന്നെ ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും. ഇത്തരത്തിലുള്ളവരുടെ കുറ്റകൃത്യ വാസന ഒരു മാനസിക വൈകല്യമായി കണക്കാക്കേണ്ടതുണ്ടോ എന്നുകൂടി നമ്മൾ ഇന്ന് പരിശോധിക്കുകയാണ്. ഇന്ന് എനിക്കൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു കേരള ഫയർഫോഴ്സ് ടെക്നിക്കൽ വിഭാഗം മുൻ ഡയറക്ടർ EB പ്രസാദ്, ഒപ്പം സൈക്കോളജിസ്റ്റ് നിതിൻ AF എന്നിവർ. സ്വാഗതം രണ്ടുപേർക്കും ചർച്ചയിലേക്ക്. ഞാൻ ആദ്യം ശ്രീ EB പ്രസാദിലേക്ക് പോവുകയാണ്. സർ, ഈ ഒരു ഫയർഫോഴ്സ് മേഖലയിൽ പ്രവർത്തിച്ച ആളാണ്, അവിടുത്തെ ടെക്നിക്കൽ വിഭാഗം ഡയറക്ടറായി വർക്ക് ചെയ്ത് റിട്ടയർഡ് ആയ വ്യക്തിയാണ്. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ സാറിന്റെ അനുഭവത്തിലും ഉണ്ടാകുമല്ലോ. എന്താണ് പ്രാഥമികമായി ഇത്തരത്തിൽ അത്യാവശ്യമായി നമ്മൾ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കേണ്ട ഒരു വിഭാഗമാണ് ഈ അഗ്നിരക്ഷാ സേന എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു ഫോൺ കോള് കിട്ടുമ്പോൾ തന്നെ ഒന്നും നോക്കാതെ ഇത് ഫേക്ക് ആയിരിക്കുമോ ഒറിജിനൽ ആയിരിക്കുമോ അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല. എത്രയും പെട്ടെന്ന് അവിടേക്ക് ഓടിയെത്തി ആ ഒരു സേവനം അവർക്ക് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയൊരു അപകടമാണെങ്കിൽ അതിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ അവർക്കുള്ളൂ. ആ ഒരു ലക്ഷ്യം മാത്രമേ അവർക്ക് മുന്നിലുള്ളൂ. ആ ഒരു ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെയും സേനയെയും ഇത്തരത്തിൽ വിളിച്ച് കബളിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്ന് തന്നെ പറയേണ്ടി ിരിക്കുന്നു. എന്താണ് സാറിന്റെ ഒരു അനുഭവം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ? ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൽ, ഈ തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിലുണ്ടായ വിഷയത്തിൽ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? തികച്ചും നിർഭാഗ്യകരമായ ഒരു സംഭവമായി കേരള അഗ്നിശമന സേനയെ സർക്കാർ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങളോ തീപിടുത്തമോ നേരിടേണ്ടി വന്നാൽ അവരുടെ രക്ഷയ്ക്കായി ഓടിയെത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു തെറ്റായ സന്ദേശം നൽകി ഇപ്പം താക്കോൽ പോയി എന്ന് പറഞ്ഞപ്പോൾ അവര് ഇറക്കിക്കൊണ്ടുപോയത് എമർജൻസി ടെൻഡർ എന്ന് പറയുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിൽ തീപിടുത്തം ഉൾപ്പെടെ ഏത് രീതിയിലുള്ള അപകടം നേരിടുന്നതിന് പര്യാപ്തമായ ഉപകരണങ്ങൾ ശേഖരിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് ഇറക്കിക്കൊണ്ടുപോയത്. ഇങ്ങനെ ഇറക്കിക്കൊണ്ടുപോയി അവരെ കബളിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ സമയത്ത് സിറ്റിയിൽ വേറെ ഏതെങ്കിലും യഥാർത്ഥത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് സേവനം കിട്ടാത്തൊരവസ്ഥ സംജാതമാകുമെന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദൂഷ്യം. ഈ രീതിയിൽ ചെയ്യുമ്പോ അതുകൂടാതെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഇതിനെ നിലനിർത്തിയിരിക്കുന്നത് തന്നെ ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അപ്പൊ ഈ രീതിയിൽ പോകുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് വീണ്ടും പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടാണ്. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൂടാതെ തന്നെ ഇങ്ങനെ പോകുമ്പോൾ ആ താഴതാമസം, ഇവരുടെ സ്റ്റേഷനിൽ നിന്നുള്ള അഭാവം, അവിടെ
ഉള്ള ജീവനക്കാര് ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നേരിടാൻ പര്യാപ്തമായ രീതിയിൽ സേനാംഗങ്ങൾ അവിടെ ഇല്ലാതെ വരും. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഡീസലിന്റെ ഒരു ക്ഷാമമുണ്ട് ഇവർക്ക്. അപ്പോ ഈ രീതിയിൽ ഡീസൽ ഷോർട്ടേജ് ഉള്ള സമയത്ത് വണ്ടി ഇങ്ങനെ ഓടിപ്പോകുന്നത് അവരുടെ കാര്യക്ഷമതയെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഉപരിയായിട്ടുള്ള ഒരു പ്രശ്നം ജീവനക്കാരുടെ ഒരു മൊറയിൽ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. രക്ഷാപ്രവർത്തനത്തിനും അഗ്നിശമന പ്രവർത്തനത്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു സേനയെ ഈ രീതിയിലുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടു പോവുക, അവരെ കബളിപ്പിക്കുക, പിന്നീട് അത് വേറെ സ്ഥലത്താണ് അപകടം നടന്നെന്ന് പറയുക, അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിന് എതിരായ ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഈ ഒരു സമയത്ത് മറ്റൊരു ആക്സിഡന്റ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അവിടേക്ക് ഓടി എത്തേണ്ട സേനയാണ് ഇത്തരത്തിൽ അനാവശ്യമായ പ്രാങ്ക് കോളുകളൊക്കെ നടത്തി ഈ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കുന്നത്. അവിടേക്ക് സേവനം എത്തിക്കുന്നതിൽ അത് വൈകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇതിലൊരു ദൂഷ്യവശമായി നമ്മൾ ആദ്യം എടുത്തു പറയേണ്ടത്. ഞാൻ ശ്രീ നിതിൻ AF-ലേക്ക് കൂടി പോവുകയാണ്. ശ്രീ നിതിൻ, ഇതൊരു മാനസിക വൈകൃതമാണോ? വൈകൃതമാണെങ്കിൽ അതിനെ നമ്മൾ ഏത് തരത്തിൽ കാറ്റഗറൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു? ഇത് പ്രധാനമായിട്ടും വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ഇതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. പക്ഷെ ഇതിനകത്തുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു എക്സെപ്ഷണൽ കേസുകൾ എന്ന് നമ്മൾ പൊതുവിൽ പറയുമെങ്കിലും പക്ഷെ ഇതിന്റെ നമ്പർ വൈസ്, അബ്സല്യൂട്ട് നമ്പർ വൈസ് കേസുകൾ കൂടി വരുന്നതായിട്ടാണ് ഇപ്പൊ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ ഡിസ്കഷൻസിലോ അല്ലെങ്കിൽ കണക്കുകളിലൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. അപ്പോ അതുകൊണ്ട് അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതും അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് അവബോധം ഉണ്ടാക്കേണ്ടതും ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പോ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ധാരാളം പേഴ്സണാലിറ്റി ഡിസോർഡറുകളുണ്ട്. അപ്പൊ അതിലൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പൊ നമുക്ക് സമൂഹത്തിൽ എന്ത് ക്രൈം നടന്നാലും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് പറയുമെങ്കിലും പക്ഷെ ഈ നമ്പർ കൂടുന്നതിനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്ന പലപ്പോഴും ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സിനോടൊപ്പം തന്നെ ഇവരുടെ ഒരു നാർസിസ്റ്റിക് ഫീച്ചേഴ്സും അവരുടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു ആൾക്കാരിൽ ഒരു പെയിൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ മുഴുവനും ഒരു ഡിസ്കംഫർട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രബിളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് കണ്ടിട്ട് അതിനകത്തൊരു പ്ലഷറും അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റ്, നമ്മൾ ഈ പൊതുവെ സാധാരണ ഭാഷയിൽ സാഡിസ്റ്റ് മനോഭാവം എന്നൊക്കെ പറയും അല്ലെ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ കണ്ടിട്ട് സന്തോഷം കൊള്ളുന്നവര്. ഇന്ന് ഈ മാനവീയ വീഥിയിൽ ഉണ്ടായ വിഷയത്തിലും അത് തന്നെയാണ്. ഈ ഫയർഫോഴ്സ് മരം കുലുക്കുന്നത് കണ്ടിട്ട് ഈ യുവാവ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഫയർഫോഴ്സിന് മനസ്സിലാവുന്നത് തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളത്. അതെ, അതൊരു തീർച്ചയായിട്ടും അതൊരു സൈക്കോപാത്തിക് ഫീച്ചേഴ്സ് ആണ്, സൈക്കോപാത്തി ഫീച്ചേഴ്സ് ആണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പറഞ്ഞ പോലെ ഒരു സാഡിസ്റ്റിക് നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിൽ ഉണ്ടാവുക. വേറൊരാള് ഒരു ട്രബിളിലാവുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു പെയിൻ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അതിനകത്തൊരു പോസിറ്റീവ് ഫീലിംഗ് കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റ്, ഫുൾഫിൽമെന്റ്, സാറ്റിസ്ഫാക്ഷൻ, പ്ലഷർ, ഈ രീതിയിലാണ് അവര് അതിനെ ഓറിയന്റ് ചെയ്ത് കാണുന്നത്, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിൽ ഒരു പ്ലഷർ കണ്ടെത്തുകയും ചെയ്യുക. അപ്പോ ഇത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ഇല്ല എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മാനസിക വൈകല്യമുള്ളവര് അവര് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് ഒന്നും സീക്ക് ചെയ്യാറില്ല, അല്ലെങ്കിൽ കൗൺസിലിങ്ങിനോ മറ്റ് തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഇന്റർവെൻഷൻസിനോ അവര് വില്ലിംഗ് ആയിട്ട് മുന്നോട്ട് വരാറില്ല. അപ്പോ അവരെ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്, അതായത് ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നൈബേഴ്സിന്, ഫാമിലി മെമ്പേഴ്സിന്, കോവർക്കേഴ്സിന്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാര്, അങ്ങനെയുള്ള ചുറ്റുമുള്ള ആൾക്കാര് ഇത്തരത്തിലുള്ള ഇന്റർവെൻഷൻ സെന്റേഴ്സിലേക്ക് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റി എന്നുള്ള നിലയിൽ നമുക്കിതിനെ നോക്കിക്കാണുമ്പോൾ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ലീഗൽ മെഷേഴ്സ് അതിനകത്തുണ്ട്. അതിനേക്കാളുപരി നേരത്തെ ഡിസ്കഷനിൽ സാർ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഈ ഇതിനകത്തുള്ള ജീവനക്കാരുടെ, ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനകത്തുള്ള ജീവനക്കാരുടെ മൊറയിൽ നമ്മൾ വറ്റിപ്പോകാതെ അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മവീര്യം കെട്ടുപോകാതെ കൊടുക്കേണ്ടുന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും ഉണ്ട്. ഇത്തരത്തിലുള്ള കോളുകൾ കൂടി വരുമ്പോൾ അവര് റിയൽ കോളുകളെ കുറെ കൂടെ
സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതിനുള്ള ഒരു വിഘാതം വരാതിരിക്കും. അപ്പൊ അതിന് തീർച്ചയായിട്ടും ആ രീതിയിലും ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ റിയൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ കൺഫ്രണ്ട് ചെയ്യും നമ്മുടെ സൊസൈറ്റി കുറെ കൂടെ ബെറ്റർ ആക്കി വരുന്നതിന് ഹെൽപ്പും ചെയ്യുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. അതിപ്പോ ലോക്കൽ ബോഡി അല്ലെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ലെവലിലൊക്കെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ്. അതെ, നമ്മൾ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ പൊതുവെ ഇത്തരക്കാർ ഇപ്പോൾ ഒരു ഫേക്ക് കോൾ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്കോ ഹോസ്പിറ്റലിലേക്കോ ഫയർഫോഴ്സിലേക്കോ ഒക്കെ നടത്തി എന്നത് മാത്രമായിരിക്കില്ല അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ. അവരുടെ ഒരു ബിഹേവിയറൽ പ്രശ്നം കൊണ്ട് സമാനമായ പല കാര്യങ്ങളും മുമ്പും അവർ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവും. ഒരു പക്ഷേ ഇത് ചെറുപ്പം മുതലേ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവ വൈകല്യമായിരിക്കാം അല്ലേ? അതെ, ഇത് ആദ്യം പൊതുവില് കണ്ടക്ട് ഡിസോർഡർ ആയിട്ടാണ് കാണുന്നത്. ഇപ്പോ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇതേ ഫീച്ചേഴ്സ് തന്നെ കുട്ടികളായിരിക്കുന്ന സമയത്തുണ്ടാവും. അപ്പം പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് നമ്മൾ പറയുന്നത് കൂടുതലും 18 വയസ്സ് കഴിയുമ്പോഴാണ്. പക്ഷെ അതേസമയം ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ഫീച്ചേഴ്സ് ഒക്കെ 18 വയസ്സിന് താഴെ അല്ലെങ്കിൽ 16 വയസ്സിന് താഴെയൊക്കെ കാണുകയാണെങ്കിൽ അത് കണ്ടക്ട് ഡിസോർഡർ ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് കാശ് മോഷ്ടിച്ചു കൊണ്ടുപോവുക, കള്ളം പറയുക, മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുക, ഒരു സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇടപെടേണ്ടുന്ന സാഹചര്യത്തിൽ ബിഹേവ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇടപെടാതിരിക്കുക. ഇതൊക്കെ തന്നെ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ ടീനേജിൽ ഉണ്ടാവുന്ന ഒരു മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ സ്വഭാവ വൈകല്യങ്ങള്, വ്യക്തിത്വ വൈകല്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറുന്നത് 18 വയസ്സ് കഴിയുമ്പോഴാണ്. അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി എൻഡ്യൂറിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളൊരു 18 വയസ്സ് കഴിയുമ്പോഴാണ് കുറെ കൂടെ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ വരുന്നത്. അപ്പൊ ആ സമയത്തും ഇതേ പ്രോബ്ലംസ് നിലനിന്ന് പോകുമ്പോഴാണ് അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സൈക്കോളജിക്കൽ അനാലിസിസിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഇത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിൽ ഇതൊരിക്കലും ഒരു ആദ്യത്തെ സംഭവമായിരിക്കില്ല. ഒരു പുള്ളിക്കാരന്റെ ഒരു ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഇത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഈ പാറ്റേൺ അല്ലെങ്കിൽ വേറെ പല പാറ്റേണുകൾ റിപ്പീറ്റ് ചെയ്തിരുന്ന പല ഇൻസിഡൻസും ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ അത് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ പ്രത്യേകം നമ്മൾ മാനേജ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് കുറെ കൂടെ സൊസൈറ്റി ബെറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും. ശ്രീ ഇ.ബി. പ്രസാദ്, നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പല ആളുകൾക്കും കൃത്യമായ അവബോധമില്ല. ഈ സേനയുടെ ഡ്യൂട്ടി, അവരുടെ അടിയന്തര പ്രാധാന്യം, ഏത് തരത്തിൽ ട്രീറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചൊന്നും ഇത്തരത്തിൽ പ്രാങ്ക് കോളൊക്കെ നടത്തി കഴിഞ്ഞാലുള്ള ദൂഷ്യവശം ഇപ്പം താങ്കൾ തന്നെ സൂചിപ്പിച്ച ഒരുപാട് കാര്യമുണ്ട്. സേനയ്ക്കുണ്ടാകുന്ന നഷ്ടം, അവരുടെ ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം ചോരുന്നത് മാത്രമല്ല, അവരത്തരത്തിൽ അലേർട്ടായി അവിടേക്ക് സർവ്വസന്നാഹങ്ങളുമായിട്ട് എത്തുമ്പോഴുള്ള സാമ്പത്തിക നഷ്ടം, മറ്റൊരു സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചാൽ അവിടേക്ക് സേവനം എത്തിക്കുക എന്നുള്ളത് തടസ്സപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും പല ആളുകൾക്കും അവബോധമില്ല. ഒരുപക്ഷെ ഇത് കുട്ടികൾക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. സ്കൂൾ തലത്തിലൊക്കെ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഉണ്ടാക്കുക. ഏത് ഘട്ടത്തിലാണ് നമ്മൾ ഫയർഫോഴ്സിന്റെ സേവനം ലഭ്യമാക്കേണ്ടത്, എപ്പോഴാണ് അവരെ വിളിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു വിഷയങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത്, അവരുടെ പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്കിടയിൽ തന്നെ ചെറുപ്പം മുതൽ തന്നെ ഇത്തരത്തിലൊരു അവബോധം വളർത്തിയെടുക്കേണ്ട ഒരു സാഹചര്യം അത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. സമൂഹത്തിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. പക്ഷെ അത് അഗ്നിശമന സേന മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെയുള്ള മറ്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് സഹകരിച്ച് മാത്രമേ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഫയർ സർവീസ് നാമമാത്രമായ സ്ട്രെങ്തിലുള്ള ഉദ്യോഗസ്ഥർ കേരളത്തിൽ ചില പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രം ഉള്ള ഫയർ സ്റ്റേഷനുകൾ, ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സേനാംഗങ്ങൾ, അവർ തീകെടുത്തുന്നതിനും മറ്റു പ്രധാന അപകടങ്ങൾ ഉണ്ടായാൽ അതിൽ തീകെടുത്തുന്നതിനും അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനൊക്കെ അവർ സദാ സന്നദ്ധരായി നിൽക്കുന്നു. അപ്പൊ അവരിൽ നിന്നുള്ള സ്ട്രെങ്തിനെ നമ്മൾ കുറച്ച് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള വോളണ്ടിയേഴ്സിനെ കൊണ്ട്, ഇപ്പൊ സിവിൽ ഡിഫൻസ് ഉണ്ട്, ഹോം ഗാർഡ്സ് ഉണ്ട്,
ഇവരെ എല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് സ്കൂൾ തലത്തിൽ. അതെല്ലാം സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്കൂളിന്റെ PTA മുൻകൈ എടുത്ത് അവിടെ ഒരു അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കുക, അവിടെ നിയറസ്റ്റ് ഫയർ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരെ ക്ഷണിക്കുക, അവരെ കൊണ്ട് വിശദമായിട്ട് അവിടെ ക്ലാസ് എടുപ്പിക്കുക, ഫയർ സർവീസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതോടൊപ്പം ഒരു തീപിടുത്തം ഉണ്ടായാൽ ഏത് രീതിയിൽ തീയെ കെടുത്തണം, ഒരു ഉയർന്ന കെട്ടിടത്തിൽ അപകടമുണ്ടായാൽ ഏത് രീതിയിൽ പ്രതികരിക്കണം, അവിടെ നമ്മൾ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തണം, അഗ്നിശമന പ്രവർത്തനം നടത്തണം, ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസ് എന്നാൽ എന്ത്, അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഫിക്സഡ് ഫയർ ഫൈറ്റിംഗ് ഇൻസ്റ്റലേഷൻ എന്തൊക്കെ വിധത്തിലുള്ളതാണ്, അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ സംബന്ധിച്ച് ഒരു ബഹുനില മന്ദിരങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു കെട്ടിട സമുച്ചയത്തിലാണെങ്കിലുമുള്ള അവിടെ താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർക്കോ വേണ്ട ഒരു ബോധം, ഒരു അവയർനെസ് ഉണ്ട് എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. ഒരു ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇതിനെ കരുതി പോകുന്നത്. നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ പല കെട്ടിടങ്ങളിലും അഗ്നിശമന ഉപകരണങ്ങൾ കേടായ രീതിയിൽ ഫിക്സഡ് ഫയർ ഫൈറ്റിംഗ് ഇൻസ്റ്റലേഷൻ യാതൊരു മെയിൻ്റനൻസിന് പോലും ഇല്ലാതെ ഇപ്പോഴും സ്ഥാപിച്ചിരിക്കുന്ന ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഫയർ സർവീസ് പീരിയോഡിക്കലായിട്ട് പോയി ഫയർ ഓഡിറ്റ് നടത്തുന്നു, അവർക്ക് റിപ്പോർട്ട് നൽകുന്നു, അവരോട് ഇത് കംപ്ലൈന്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, പക്ഷെ അവർ ചെയ്യുന്നില്ല. ഇങ്ങനെ ചെയ്യാതെ വരുമ്പോൾ ഇവർക്ക് ജോലിഭാരം കൂടുകയാണ്. അവർക്ക് പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒരു വിങ് ഇല്ല. സാധാരണ ഒരു ഫയർ സർവീസ് ഉദ്യോഗസ്ഥരെ വിനിയോഗിച്ച് നമ്മൾ നിലനിർത്തിയിരിക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്താനും അതുപോലെ അഗ്നിശമന പ്രവർത്തനം നടത്താനുമാണ്. ഇങ്ങനെയുള്ള പ്രോഗ്രാമിനുള്ള സ്ട്രെങ്ത് പോലും അവർക്കില്ല. ഈ സമയത്തും അവർ തയ്യാറായി മുന്നോട്ട് വരികയാണ്, ഏത് രീതിയിലുള്ള അവയർനെസ് പ്രോഗ്രാമിനും തയ്യാറായി മുന്നോട്ട് വരികയാണ്. അപ്പൊ അവരിൽ നിന്നും പരിശീലനം ലഭ്യമാക്കിക്കൊണ്ട് ലോക്കൽ തലത്തിലുള്ള വോളണ്ടിയേഴ്സ് മുന്നോട്ട് പോയി താഴെയുള്ള മെമ്പേഴ്സിന് അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരിൽ നിന്നും സെലക്ട് ആയിട്ടുള്ള മെമ്പേഴ്സിന് ഫയർ സർവീസിന്റെ ക്ലാസ് ഇരുത്തുക. ഈ രീതിയിൽ അതിനൊരു ചെയിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആക്കി നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ ഇതിന് ഒരു പരിധി വരെ നമുക്ക് ഒരു കൺട്രോൾ കിട്ടത്തുള്ളൂ. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിന് ശിക്ഷാ നടപടികൾ കേരള പോലീസ് ആക്ടിൽ പറയുന്നുണ്ട്. 3 മാസം വരെയും തടവ് അല്ലെങ്കിൽ 10,000 രൂപ പിഴ, ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടി. ഇതെല്ലാം കേരള പോലീസ് ആക്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ചില കേസുകളിൽ മാനസികമായി അസ്വസ്ഥതയുള്ളവര് ഈ രീതിയിൽ വിളിക്കാറുണ്ട്. ആ കേസിൽ ഇതിനു മുമ്പ് പോലീസ് അവരെ കൊണ്ട് ഫൈൻ അടപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ട്. പക്ഷെ മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഫാൾസ് കാളുകൾ കൊടുക്കുന്ന ഒരു രീതി കുറവായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ സമൂഹത്തിൽ ഇങ്ങനെ പടർന്നു പിടിച്ചിരിക്കുന്ന മദ്യം, മയക്കുമരുന്ന് എന്നീ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ എന്നൊരിക്കലും സംശയമില്ലാതില്ല. ഈ രീതിയിലുള്ള ഒരു മാനസിക അവസ്ഥ നോർമലായിട്ട് അറ്റൈൻ ചെയ്യുവാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ ഇതിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുകൂടാതെ ഇവർക്കെല്ലാം ഒരു ബോധമുണ്ട്, ഈ ഫയർ സർവീസുകാർക്ക് അധികാരമൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തുമാകാം എന്നൊരു തോന്നൽ. ഫയർ സർവീസ് സംബന്ധിച്ചിടത്തോളം അവരുടെ ആക്ട് നിയമമായി വന്നിട്ടില്ല. അവർക്ക് നേരിട്ട് കേസെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. പോലീസിൽ റിപ്പോർട്ട് ചെയ്യും, പോലീസ് അത് യുക്തമായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് വിടുന്നുണ്ട്. പക്ഷെ ഇവർക്കൊരു ധാരണയുണ്ട്, ഫയർ സർവീസിന് വരുമ്പോൾ അവരെ തടസ്സപ്പെടുത്തിയാലോ അല്ലെങ്കിൽ അവരുടെ വാഹനം വരുമ്പോൾ നമ്മുടെ വാഹനം ഉപയോഗിച്ച് അവരുടെ സ്പീഡ് നിയന്ത്രിക്കാൻ സാധിച്ചാലോ ഒക്കെ ഒന്നും വരില്ല എന്നൊരു ധാരണയുണ്ട്. ആ ധാരണയും മാറ്റണം. ജനങ്ങൾ ബോധവാന്മാരാകണം, ഇവർക്ക് അധികാരം കൊടുക്കണം. ഈ രീതിയിലുള്ള കാര്യങ്ങൾ അവയർനെസ് പ്രോഗ്രാം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ ഇവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ റെമഡി മരുന്നുകൾ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഉപദേശങ്ങൾ നൽകുക, ഇതും എല്ലാം കൂടി ഒത്തൊരുങ്ങി വന്നാൽ മാത്രമേ ഈ സമൂഹത്തിന്റെ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കും. അതുപോലെ ഇതുപോലുള്ള ചാനൽ ചർച്ചകൾ, ഈ ചർച്ചയിലൂടെ ജനങ്ങൾ ഇതിങ്ങനെ അറിയുന്നു, ഇങ്ങനെ ചെയ്താൽ ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ജനങ്ങളെ അറിയിക്കുന്നതോടൊപ്പം അവർക്ക് ഇതിന്റെ നല്ല വശങ്ങൾ, ഫയർ സർവീസിന്റെ നല്ല വശങ്ങൾ, അവരെന്തിനാണ് നിലകൊള്ളുന്നത്, അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ സമൂഹത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. അതെല്ലാം അതെ, അത്തരത്തിലൊരു അവബോധം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യവും. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും 2 അതിഥികളിലേക്കും മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
എന്നുകൂടി പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ നിലപാട് ശാശ്വതമായൊരു പരിഹാരമാണ്. അത് നടപ്പാക്കാത്തോടത്തോളം കാലം ഈ സർക്കുലറിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ാണ് ഈ സഭ ചെല്ലുന്നത്? കാരണം പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പിളർപ്പിന്റെ വക്കിലാണെന്ന് അടക്കം പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞങ്ങളുടെ നിലപാട്, എറണാകുളം അതിരൂപതയുടെ നിലപാട് ഒരു വ്യക്തിയുടെ നിലപാടല്ല. ഞങ്ങളുടെ 468 വൈദികരിൽ 452 വൈദികരുടെ നിലപാട് കൃത്യമാണ്. ഞങ്ങളുടെ 328 ഇടവക സമിതികളുടെ നിലപാട് കൃത്യമാണ്. ഞങ്ങളിത് പലവട്ടം സിനഡിന് മുമ്പിലും വത്തിക്കാന്റെ മുമ്പിലും ഓറിയന്റൽ കോൺഗ്രിഗേഷനും ചർച്ചയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നമുക്കൊപ്പം സൈക്കോളജിസ്റ്റ് ശ്രീ നിതിൻ എഫും അതോടൊപ്പം മുൻ ഫയർഫോഴ്സ് വിഭാഗം ടെക്നിക്കൽ ഡയറക്ടർ ശ്രീ EB പ്രസാദും തുടരുന്നുണ്ട്. ഞാൻ ശ്രീ നിതിനിലേക്ക് പോവുകയാണ്. നിതിൻ, ഇപ്പോ ഈ ഒരു കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ പ്രാങ്കുകളുടെ ഒരു കാലഘട്ടമാണിത്. സോഷ്യൽ മീഡിയ തുറന്നാലൊക്കെ ഇത്തരത്തിൽ പ്രാങ്കുകൾ, അത്തരത്തിലുള്ള വീഡിയോകളാണ് കൂടുതലായി നമ്മൾ കാണുന്നത്. അത്തരത്തിലുള്ള വീഡിയോകൾക്കൊക്കെ കൂടുതൽ റീച്ച് കിട്ടുന്നുണ്ട്. അത് നേരിട്ടെത്തി പ്രാങ്ക് ചെയ്ത ഒരുപാട് ഓൺലൈൻ മീഡിയ അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാറുണ്ട്. അതോടൊപ്പം പ്രാങ്ക് കോൾസ് നടത്തിയ ആളുകളെ പറ്റിക്കുന്നത്, ഇത് പല സമയത്തും കൈവിട്ട കളികളിലേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതൊക്കെ വൈറൽ കണ്ടന്റ് എന്നുള്ള നിലയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് നടത്തുന്നവർക്കൊക്കെ അത്തരത്തിൽ നല്ല വരുമാനവും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് തുടരുന്നു. ഇത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുമുണ്ട്. ഈ ഒരു മാനസികാവസ്ഥ എന്താണ്? ഈ ഓൺലൈനിൽ കൂടിയുള്ള ഈ പ്രാങ്കുകളുടെ ഒരു കാലഘട്ടം അതുകൂടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടോ? അത് സ്വാധീനിക്കുന്നുണ്ടോ? അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനൊരു കാരണം, അല്ലാണ്ട് ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ സോഷ്യൽ സ്റ്റാറ്റസ്, ഇപ്പം സോഷ്യൽ സ്റ്റാറ്റസ് സീക്ക് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പല നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുന്നതിന് അവർ പല മാർഗങ്ങളും കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ചില ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ ഇങ്ങനെ ക്രൈമിലേക്ക് പോകുമെങ്കിലും അങ്ങനെ അല്ലാതെ ഉള്ള നാർസിസിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാർ ഈ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി, പബ്ലിസിറ്റി അത് കൂട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അതിൽ നിന്ന് അവർ എയിം ചെയ്യുന്നത് മോണിറ്ററി ബെനിഫിറ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഒരു മോട്ടിവേഷൻ. അപ്പം ഈ ചെറിയ ഫൈൻ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള പണിഷ്മെന്റ് അതൊന്നും തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ബോധർ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റിയിൽ നിന്ന് പിന്മാറ്റുകയോ ചെയ്യുന്നില്ല. പലരും ഫൈൻ അടച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് പറയുന്നത് എനിക്ക് ഇത്രയും റീച്ച് കിട്ടി അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പബ്ലിസിറ്റി കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു കോൺസിക്വൻസിനേക്കാൾ അവര് ഒരു അച്ചീവ്മെന്റ്, ഒരു സോഷ്യലി എലിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് അവർ തെറ്റായിട്ട് വിശ്വസിക്കുന്നത്. അപ്പൊ അതൊരു ശരിയായ ഒരു ട്രെൻഡ് അല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ആവിർഭാവത്തിന് ശേഷം ശരി എന്ത്, അല്ലെങ്കിൽ റൈറ്റ് എന്താണ്, അല്ലെങ്കിൽ റോങ് എന്താണ്, ഈവിൾ എന്താണ്, ഗുഡ് എന്താണ് എന്നുള്ളതിനേക്കാൾ ഉപരി കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യുക എന്നുള്ള കണ്ടന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് വരുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഫീൽഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കറിയാം എത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു ഇഷ്യൂവിനെ വൈറലാക്കാൻ പറ്റും, കൂടുതൽ ആൾക്കാർ അതിനകത്തേക്ക് വാച്ചിങ് ടൈം കൂട്ടാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടാണ് പലരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ അതിൽ നിന്ന് അവർ എയിം ചെയ്യുന്നത് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ നിലവിലെ അവരുടെ ഒരു പോപ്പുലാരിറ്റി, അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി, ഫെമിലിയാരിറ്റി മറ്റു ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുക, കൂട്ടുക എന്നുള്ളതാണ്. ഒപ്പം ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷനും അവരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എത്രത്തോളം ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഇവരിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ഒരു തരത്തിലും ആ ഒരു ഇൻഅപ്രോപ്രിയേറ്റ്നെസ് ഇവരുടെ ഉള്ളിൽ ഒരു ഇൻഹിബിഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ കുറച്ചു പേര് തെറ്റ് ചെയ്യുന്നത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാറില്ല. പക്ഷെ ഒരു തെറ്റായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യം പൊതുവില് അത് അംഗീകരിക്കുകയും അത് വലിയ രീതിയിൽ പബ്ലിസിറ്റി കിട്ടുകയും ഗ്ലോറിഫൈ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ടുള്ള ഹാംഫുൾ നമ്മളെ സൊസൈറ്റിയെ ലോങ് ടൈം ഉണ്ടാക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് കാണേണ്ടുന്ന കാര്യങ്ങളെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ വിലയിരുത്തുകയും
സൊസൈറ്റി കുറെ കൂടെ അവെയർ ആയിട്ട് അക്കാര്യത്തിൽ റിയാക്ട് ചെയ്യുകയും നമ്മൾ ആ രീതിയിൽ നല്ല കണ്ടന്റും മോശം കണ്ടന്റും തിരിച്ചറിയുകയും അങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ തരത്തിലുള്ള വാല്യൂ, സോഷ്യൽ എലിവേഷൻ അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടാവുന്നില്ല എന്ന് സബ്സിക്വന്റ്ലി അവർ മനസ്സിലാക്കും. ഇത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ക്രമേണ കുറഞ്ഞു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പണിഷ്മെന്റ്, ഫൈനും ഈ കാര്യങ്ങളിൽ കൊടുക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ഒരു വൈറൽ കണ്ടന്റ് ഉണ്ടായ നമ്മള് ഈ സോഷ്യൽ മീഡിയയിൽ മറ്റ് ചാനൽ ഡിസ്കഷനിലൊക്കെ വന്നതാണ്, ഒരു റോഡ് ട്രാഫിക് നിയമത്തിന്റെ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇതുപോലെ ഉണ്ടാകുന്ന പല ലംഘനങ്ങളും വലിയ രീതിയിൽ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ വെർച്വൽ വേൾഡിൽ അതെ, നമ്മൾ അത്തരത്തിൽ വലിയ രീതിയിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കൃത്യമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതുമുണ്ട്. ഇപ്പോൾ ആ വൈറൽ യൂട്യൂബറിന്റെ കാര്യം എടുത്താലും തക്കതായ ശിക്ഷ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് പല ആളുകളും പാഠം പഠിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്ന് ഈ തിരുവനന്തപുരത്തെ യുവാവിനെ അറസ്റ്റ് ചെയ്തതിൽ കൂടിയും ലക്ഷ്യമാക്കുന്നത് അത് തന്നെയാണ്, അവബോധം ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ നിരന്തരം ഈ പ്രതിയുടെ ഫോട്ടോയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതായത് ഇത്തരത്തിലുള്ള പ്രാങ്ക് കോൾസ് ഒക്കെ നടത്തി ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് പറ്റിച്ചു കഴിഞ്ഞാൽ തനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ശിക്ഷ ലഭിക്കില്ല, തനിക്കൊരു മാനഹാനി ഉണ്ടാകില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ കൂടിയുണ്ട്. അതുകൂടി മാറ്റിക്കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമുക്ക് മുന്നിലുണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ശ്രീ EB പ്രസാദിലേക്ക് ഞാൻ പോവുകയാണ്. നേരത്തെ നിതിൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, അതായത് ഇത്രത്തോളം പ്രഷറിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം കൂടിയാണ്. നേരത്തെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി, ഒരു സ്റ്റേഷനിലേക്ക് ഇത്തരത്തിൽ ഒരു മാസം 5 ഫേക്ക് കോൾസ് വരെ എത്താറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റേഷനിൽ എത്രയാണെങ്കിൽ കേരളത്തിലെ മറ്റ് സ്റ്റേഷനുകളിലെ ഒക്കെ കൂടി കണക്കെടുത്താൽ എത്രത്തോളം ഉണ്ടാകും അത് എന്നുള്ളതാണ്. അവർക്കുണ്ടാകുന്ന ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. ഇത് മാത്രമല്ല വർക്കിൻ്റെതായ മറ്റ് പ്രഷറുകളും ഒക്കെയുണ്ട്. ഈ അവബോധം കൊടുക്കുക, സൈക്കോളജിക്കൽ ക്ലാസുകൾ കൊടുക്കുക, ക്യാമ്പയിനുകൾ കുട്ടികൾക്കിടയിലും മറ്റ് പൊതുജനങ്ങൾക്കിടയിലും നടത്തുക എന്നതിനൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ പ്രഷർ കുറയ്ക്കാനുള്ള സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ക്ലാസുകൾ, അവയർനെസ് ഒക്കെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും വിഭാഗത്തിനിടയിലും നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് നടത്തേണ്ടതിന്റെ ആവശ്യകത കൂടി വരുന്ന ഒരു കാലഘട്ടം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും വളരെയധികം ജോലി സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് അഗ്നിശമന സേനയിലെ ഉദ്യോഗസ്ഥർ. ഒരു കോള് കിട്ടിക്കഴിഞ്ഞാൽ ആ സംഭവ സ്ഥലത്തെത്തി അതിന്റെ സ്ട്രാറ്റജി രൂപീകരിച്ച് അത് സക്സസ് ആയിട്ട് പര്യവസാനിപ്പിക്കുന്നത് വരെ അവരനുഭവിക്കുന്ന മാനസികമായ സമ്മർദ്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഒരു വിവരം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഏത് രീതിയിൽ അവിടെ പ്രതികരിക്കണം എന്ന് ഒന്നും നമുക്കറിയാതെയാണ് ഇവര് മുന്നോട്ട് പോകുന്നത്. ഞൊടിയിടയിൽ ഇവര് സെക്കൻഡുകൾക്കുള്ളിൽ വണ്ടിയിൽ കയറുന്നു. ചിലപ്പോൾ രാത്രി ആയിരിക്കാം, പകലായിരിക്കാം, ഇവര് വണ്ടി കയറുന്നു. വണ്ടി റോഡിലൂടെ അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഇവര് സ്ട്രാറ്റജി ഫോം ചെയ്യുന്നത്. എങ്ങനെയായിരിക്കണം നമുക്ക് അവിടെ ചെന്നാൽ ഏത് ഇതിലായിരിക്കണം. പക്ഷെ അത് ഫൈനലൈസ് ചെയ്യണമെങ്കിൽ അവിടെ ചെന്ന് സിറ്റുവേഷൻ കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായിട്ടും അവരുടെ ജോലി സംപരമായ ഉദ്യോഗപരമായ സമ്മർദ്ദം കൊടുക്കുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അവർക്ക് കൂടുതൽ മെന്റൽ സ്ട്രെങ്ത് കൊടുക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിലുള്ള ബന്ധപ്പെട്ടവർ മുന്നോട്ട് വരികയും തങ്ങളുടെ ആ ഏരിയയിലുള്ള ജനങ്ങൾക്ക് മതിയായ ഒരു ട്രെയിനിങ് നൽകുകയും അതെ, കൃത്യമായ ട്രെയിനിങ്, അവബോധം അത് നൽകേണ്ടതുണ്ട്. അതിനൊരു തുടക്കം കുറിക്കുക എന്നതുകൂടിയാണ് നമ്മൾ നടത്തിയ ഈ ചർച്ചയുടെ ഒരു ലക്ഷ്യം കൂടി. എന്തായാലും വളരെ നന്ദി. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ടാണ് ഇടപെട്ടത്. വളരെ നന്ദി ശ്രീ EB പ്രസാദ്, അതോടൊപ്പം നിതിൻ AF ഈ ചർച്ചയിൽ പങ്കെടുത്തത്. നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.